ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് സാമന്ത ഉണരുന്നത്. അവൾ കണ്ണ് വലിച്ചു തുറക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഇന്നലെ കമ്പനിയിൽ നടന്ന പാർട്ടിയിൽ അടിച്ച് പൂസായതിന്റെ ഹാങ് ഓവറിലാണ് അവൾ. അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് അവൾ എവിടെയാണെന്നുള്ള ബോധം അവൾക്ക് വന്നത്. അത് അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ MD ഓഫീസ് മുറിയായിരുന്നു. അവിടെ ആകെ അലങ്കോലായി കിടക്കുമായിരുന്നു. അതുകൊണ്ട് അവൾ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴാണ് മേശയുടെ പുറകിൽ ഒരു കാല് കാണുന്നത്. അങ്ങോട്ട് ചെന്ന് നോക്കിയ സാമന്ത കണ്ടത് അവിടെ വയറ്റിൽ ഒരു ട്രോഫി കുത്തിക്കയറി മരിച്ചു കിടക്കുന്ന അവളുടെ MD ആയിരുന്നു. അതുകൊണ്ട് അവൾ ഞെട്ടുന്നു. പിന്നീട് കാരഡക്ക് മോർഗൻ ആ കമ്പനിയിലേക്ക് എത്തി സാമന്തയെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ തലേന്ന് അവൾ അടിച്ച് പൂസായത് കൊണ്ട് അവൾക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ സാമന്തയുടെ ഓഫീസിൽ പരിശോധിക്കുന്നു. അവരുടെ കമ്പ്യൂട്ടർ ഹിസ്റ്ററി പരിശോധിച്ച മോർഗൻ സാമന്ത ലാസ്റ്റ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചത് തലേന്ന് രാത്രി 10:21 മനസ്സിലാക്കുന്നു. സാമന്ത എന്തോ സെർച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പൂസായതുകൊണ്ടാണെന്ന് തോന്നുന്നു ടൈപ്പ് ചെയ്തത് ശരിയായിട്ടില്ല. അപ്പോൾ കാരഡക്കിന് സാമന്തയുടെ ഒരു ഡയറി കിട്ടുന്നു. അതിലൊരു പേജിൽ താഴെ മൂലയിലായി സാമന്ത ഒരു പടം വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ പുറകിൽ അവളെ കുത്താനെന്ന പോലെ കത്തിയും പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ പടം. അത് കണ്ട് അവർക്ക് മനസ്സിലായി സാമന്തയ്ക്ക് അവളുടെ MD വെറുപ്പായിരുന്നു എന്ന്. അങ്ങനെ അവർ സാമന്തയെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അവളെ ചോദ്യം ചെയ്തെങ്കിലും അപ്പോഴും അവൾക്കൊന്നും ഓർമ്മയില്ല എന്ന് തന്നെയാണ് സാമന്ത പറയുന്നത്. അപ്പോൾ സാമന്ത തന്നെയാണ് അവളുടെ MD കൊന്നത്. തലേന്ന് രാത്രി ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ഇതെല്ലാം അറിയാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡിന്റെ മുഴുവൻ കഥ നമ്മുടെ ചാനലിലുണ്ട്. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.